കല്ലടിക്കോട് സിമന്റ് ലോറി മറിഞ്ഞുണ്ടായ റോഡപകടം 4 വിദ്യാർത്ഥിനികളുടെ ജീവൻ നമുക്ക് ബലി നൽകേണ്ടി വന്നു. ഇപ്പോൾ റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മിതിക്കെതിരെ എല്ലാവരും രംഗത്ത് വന്നിട്ടുണ്ട്. റിപ്പോർട്ടുകൾ അയക്കുന്നുണ്ട്, മീഡിയ പ്രതികരിക്കുന്നുണ്ട്, നാട്ടുകാർ പ്രതികരിക്കുന്നുണ്ട്, എന്നെപ്പോലെ കുറേ എണ്ണം സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിക്കുന്നുണ്ട്. ഈ റോഡിലൂടെ സ്ഥിരമായി സഞ്ചരിക്കാറുള്ള ആളെന്ന നിലയിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ ഈ റോഡിന് വീതി കൂട്ടി പണിഞ്ഞിട്ട് ഏകദേശം കുറച്ച് വർഷങ്ങളായിട്ടേ ഉള്ളൂ. അതിന് മുമ്പുണ്ടായിരുന്ന റോഡിലും ഈ പ്രദേശത്ത് സ്ഥിരമായിട്ട് വാഹനാപകടങ്ങൾ നടന്നുകൊണ്ടിരുന്നതാണ്. ഈ റോഡിൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത് ഇപ്പോൾ മണ്ണാർക്കാട് നിന്ന് പാലക്കാട് ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു ഇറക്കമാണ്. ആ ഇറക്കത്തിലൂടെ നമ്മൾ പോകുമ്പോൾ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിലെ റൈഡിൽ ഇങ്ങനെ പോകുന്ന ഒരു അവസ്ഥയാണ്. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം ഇപ്പോൾ പുതിയ റോഡ് പണിതപ്പോൾ ആ ഒരു ഘടനയിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അതേ റോഡ് കുറച്ച് വീതി കൂട്ടി പണിതു എന്നല്ലാണ്ട് ഇത്രയും അപകടങ്ങൾ നടക്കുന്ന ആ സ്ഥലത്ത് ഒരു മാറ്റവും വരുത്താതെ അതേ സ്ട്രക്ചറിലാണ് വീണ്ടും ആ റോഡ് പണിത് വെച്ചിരിക്കുന്നത്. റോഡ് പണി കഴിഞ്ഞ് റോഡ് ഓപ്പൺ ആകുന്നതിന് മുമ്പ് തന്നെ അവിടെ അപകടങ്ങൾ നടന്നു തുടങ്ങി. വലിയ തോതിലുള്ള ആളപായമൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് പുറം ലോകം അറിഞ്ഞില്ല എന്ന് മാത്രം. അവിടുത്തെ പ്രദേശവാസികളോട് ചോദിച്ചാൽ അത് കറക്റ്റായിട്ട് മനസ്സിലാവും. പിന്നീട് പുതിയ റോഡിനെ ചൊല്ലിയും വിവാദങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങിയപ്പോൾ ആദ്യം പറഞ്ഞത് റോഡിന് ഭയങ്കര മിനുസമായതുകൊണ്ടാണ്, അപ്പോൾ മഴയത്തൊക്കെ വണ്ടി പാളി പോകുന്ന ഒരു അവസ്ഥയൊക്കെ വരുന്നെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനൊരു പരിഹാരം എന്ന് പറഞ്ഞ പോലെ മാനുവലായിട്ട് യന്ത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് റോഡിൽ സ്ക്രാച്ചസ് ഒക്കെ വരുത്തി ഫ്രിക്ഷനൊക്കെ കൂട്ടി ഒരു പരിപാടി അവരവിടെ നടത്തി. എന്നാൽ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്നാണ് ഇപ്പോൾ ഈ അപകടമൊക്കെ നമുക്ക് മുന്നിൽ തെളിയിക്കുന്ന കാര്യങ്ങൾ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വണ്ടികളൊക്കെ അത്രയും സ്പീഡിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ അവിടെ പിടിച്ച് നിർത്താൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനത്തെ ഒരു സ്ട്രക്ചറാണ് റോഡിന്. ഇത്തരത്തിൽ വലിയൊരു അപകട മേഖലയായ ഈ സ്ഥലത്ത് പുതിയൊരു റോഡ് വരുമ്പോൾ അത് കൃത്യമായ ശാസ്ത്രീയ വശമൊക്കെ നോക്കിയിട്ട് വേണമായിരുന്നു ചെയ്യാൻ. പക്ഷേ അത് ചെയ്തില്ല. അതിപ്പോൾ ആരുടെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചയാണെന്നോ എന്താണെന്നോ ഒന്നും നമുക്കറിയില്ല. പക്ഷേ ഇനിയെങ്കിലും ആ ഒരു പ്രദേശത്ത് എന്തെങ്കിലും ഒരു നടപടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ വളരെയധികം ജനങ്ങൾ, കടകളും വീടുകളും ഒക്കെ ഉള്ള ഒരു പ്രദേശമാണത്. അവിടെ ചിലപ്പോൾ ഇതിലും വലിയൊരു അപകടം നടന്നേക്കാം.